നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കേരള സമുദ്ര അതിർത്തിയിൽ കടലിൽ വീണ കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാൻ ശ്രമം തുടരുന്നു. കടലിൽ വെച്ച് തന്നെ കണ്ടെയ്നറുകൾ എടുക്കാൻ കഴിഞ്ഞേക്കും. കേരള അതിർത്തിയിൽ കടലിൽ വീണ കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാൻ ശ്രമം നടത്തുകയാണെന്ന് അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അരുൺകുമാർ PK. വാൻഹൈ 503 എന്ന സിംഗപ്പൂർ ഫ്ലാഗ് വെസൽ അത് 44 നോട്ടിക്കൽ മൈൽ, അതായത് 81 കിലോമീറ്റർ, ഏകദേശം 81 അഴീക്കൽ തുറമുഖത്തിൽ നിന്നും 230 ഡിഗ്രി മാറി കടലിൽ വെച്ച് തീപിടുത്തം ഉണ്ടാവുകയും, അപ്പം അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ അവിടെയുള്ള 1-2 മർച്ചന്റ് ഷിപ്പിനെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യുകയും, അതേപടി കോസ്റ്റ് ഗാർഡിൻ്റെ അസറ്റുകൾ, അപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ എയർക്രാഫ്റ്റുകളും അതേപോലെ തന്നെ ഷിപ്പുകളും അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യാനുണ്ടായി. അപ്പം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൊത്തം 22 ക്രൂവിൽ 18 പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെന്നാണ് കോസ്റ്റ് ഗാർഡും നേവിയും അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 10:50 മാംഗ്ലൂർ തുറമുഖത്ത് ഇന്ത്യൻ നേവിയുടെ ഡിസ്ട്രോയർ കപ്പലായിട്ടുള്ള INS സൂറത്തിൽ ഈ രക്ഷപ്പെടുത്തിയ ആളുകളെ ന്യൂ മാംഗ്ലൂർ പോർട്ടിൽ എത്തിച്ചിട്ടുണ്ട്. കമ്പനി സാൽവേജ് കപ്പലിന് അടുത്തേക്ക് ഉടനെ എത്തും. കടലിൽ വെച്ച് തന്നെ കണ്ടെയ്നറുകൾ എടുക്കാൻ കഴിഞ്ഞേക്കും. തെക്ക് കിഴക്കൻ മേഖലയിലേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ട്. തൃശൂർ, എറണാകുളം ജില്ലയുടെ തീരങ്ങളിൽ അടിയാനാണ് സാധ്യത ഉള്ളത്. രക്ഷാപ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ഇന്ന് വിവിധ ടീമുകളുടെ സംയുക്ത യോഗം നടക്കുമെന്നും അരുൺകുമാർ PK പറഞ്ഞു. രാവിലെ 6:30 കൊച്ചിയിൽ നിന്നും കമ്പനിയുടെ സാൽവേജ് ടീം പ്രത്യേക ടഗിൽ കപ്പലിൻ്റെ പുറപ്പെടുമെന്നുള്ള അറിയിപ്പ് എനിക്ക് ഇന്നലെ മോർണിംഗിൽ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ നൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ ടോപ്പ് ഓഫീസേഴ്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം സാൽവേജ് ടീം ഇന്ന് ഡിപ്ലോ ആകും. അതേപോലെ തന്നെ ഈ സാൽവേജ് ടീം ചില അവസരത്തിൽ ഷിപ്പിൻ്റെ ഡയറക്ഷൻ അത് പുഷ് ചെയ്തിട്ട് കാറ്റിൻ്റെ ഗതിക്ക് അനുയോജ്യമായ രീതിയിൽ അതിനെ വെക്കാനോ, അതല്ലെങ്കിൽ ടോ ചെയ്തിട്ട് സേഫ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ടോ ചെയ്ത് കൊണ്ടുപോകാനോ, അതല്ലെങ്കിൽ കപ്പലിൽ നിന്നും കടലിൽ വീഴുന്നു എന്ന് പറയപ്പെടുന്ന 25ഓളം കണ്ടെയ്നറുകളുണ്ട്. ആ കണ്ടെയ്നറുകളെ കടലിൽ തന്നെ റിക്കവർ ചെയ്യാനും അവർ ശ്രമിക്കും. അപ്പം കോസ്റ്റ് ഗാർഡിൻ്റെ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടെയ്നറുകൾ കടലിൽ നിന്ന് തന്നെ റിക്കവർ ചെയ്താൽ നമ്മളുടെ തീരപ്രദേശത്ത് ഉണ്ടാക്കുന്ന മലിനീകരണം ഒരു അളവ് വരെ ഇല്ലാതാക്കാൻ പറ്റും. അപ്പം നമ്മൾ നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 1.2 തൊട്ട് 1.4 നോട്ട്സ് കറണ്ടാണ് സൗത്ത് ഈസ്റ്റേർലി ഡയറക്ഷൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഈ തെക്ക് കിഴക്കൻ ദിശയിലേക്കാണ് കടലിലുള്ള കറണ്ട് ഒഴുകുന്നത്. സമഗ്ര ന്യൂസ് കണ്ണൂർ.